ഹായ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിതം വളരെയധികം മാറ്റിമറിച്ച ഒരു പ്രൊഡക്റ്റാണ് മെൻസ്ട്രൽ കപ്പ്. ഞാനിപ്പോൾ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് decisions I've ever made in my life was to switch from pads to the menstrual cup. നിങ്ങൾ അത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും അമാന്തിക്കേണ്ട, ഓടിപ്പോയി വാങ്ങിച്ചോ. ആകെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കുന്നത് വരെയാണ്. ഇപ്പോൾ ആണെങ്കിൽ എല്ലാ മെൻസ്ട്രൽ കപ്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അവർ ക്വിസൊക്കെ തരുന്നുണ്ട് നമ്മുടെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കാനായിട്ട്. ഡിപ്പെൻഡ്സ് ഓൺ ഏജ്, വെജൈനൽ ഫ്ലോ, പിന്നെ വെജൈനൽ ബർത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, സെർവിക്സിൻ്റെ ഹൈറ്റ്, അതൊക്കെ നമുക്ക് ടെക്നിക്കലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്വിസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മനസ്സിലാവും. എന്നിട്ടും നമ്മുടെ സൈസ് റോങ് ആണെങ്കിൽ ജസ്റ്റ് ബൈ അനദർ വൺ. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമുക്കത് നമ്മളുടെ കറക്റ്റ് ഫിറ്റ് വരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ കണ്ടുപിടിക്കുന്നവരെ ജസ്റ്റ് വെയർ പാഡ്സ്, യു വെയറിങ് ദം എനിവേസ് അല്ലേ. വൺസ് നമ്മളത് ആ സൈസ് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ കേക്ക് വാക്ക്. കാരണം ഇറ്റ് വിൽ ലിറ്ററലി ചേഞ്ച് യുവർ ലൈഫ്. നമുക്ക് പീരിയഡ്സ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓടാം, ചാടാം, തലകുത്തി മറിയാം, വേണമെങ്കിൽ അണ്ടർവെയർ ഇല്ലാതെ കിടന്നുറങ്ങാം. കാരണം there is absolutely no leakage if you get the size right. നമ്മൾ ജസ്റ്റ് അറിയേണ്ടിയിരിക്കുന്നത് നമ്മളുടെ ഫ്ലോ നമുക്ക് ഒരു വിധം അറിയണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് if you feel like you have to change it, go empty it, put it back, that's it. അങ്ങനെ അത്രയും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കുമ്പോൾ, വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് ഇറ്റ്. കാരണം കേരളത്തിലാരും മലയാളികൾ നമ്മൾ ടാമ്പോൺസ് വെക്കാറില്ല. അപ്പോൾ നമുക്ക് ആ കൾച്ചറല്ല നമുക്ക്. അതുകൊണ്ട് ആൾക്കാർക്ക് പേടിയാണ് ഇത് സെർവിക്സിനകത്തേക്ക്, വെജൈനയുടെ അകത്തേക്ക് ഇത് കയറ്റി വെക്കേണ്ട ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇറ്റ് സ്കെയർസ് ലേഡീസ് അല്ലേ. അപ്പം എസ്പെഷ്യലി വെർജിൻസ്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാവും. ബട്ട് ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെജൈനൽ സൈസ് അനുസരിച്ച് നമ്മൾ സൈസ് മാറ്റണമെന്നുള്ളൂ. അഗെയിൻ ഈ ഫ്ലോ അനുസരിച്ചും നമ്മുടെ സൈസ് ഡിഫറെൻറ്റ് കപ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ ടെൻഷൻ അടിച്ച് നെർവസ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസൊക്കെ സഹകരിക്കില്ല നമ്മളുടെ അടുത്ത് അത് വെക്കാനായിട്ട്. സോ ഇറ്റ്സ് ഗോണ പുഷ് ഇറ്റ് ഔട്ട് ഓർ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഇൻസേർട്ട് ഇറ്റ്. അത് കാരണം ഫസ്റ്റ് തിങ് ഈസ് ടു റിലാക്സ്. സെക്കൻഡ് തിങ്, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് നമ്മൾ ആ സൈസും അതിൻ്റെ പൊസിഷനും ഫിഗർ ഔട്ട് ചെയ്യുന്നത് വരെ പാൻറ്റി ലൈനേഴ്സ് അല്ലെങ്കിൽ പാഡ്സ്. അപ്പോൾ ഇറ്റ് വിൽ ഗീവ് അസ് ആൻ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇൻ അവർ മൈൻഡ്. പിന്നെ ആഫ്റ്റർ ഫ്യൂ മന്ത്സ് നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ഗോണ ലീക്ക്, യു ജസ്റ്റ് വേസ്റ്റിംഗ് പാഡ്സ്, സോ വിൽ സ്റ്റോപ്പ് യൂസിങ് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് വെക്കുമ്പോൾ എപ്പോഴും അത് ക്ലോസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. കാരണം മൊത്തത്തിൽ എന്തായാലും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ദർ ആർ ടെക്നിക്സ് ദാറ്റ് വി ക്യാൻ യൂസ്. അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് അമക്കി കഴിഞ്ഞിട്ട് സൈഡിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ഒരു കൂർമ്മതയുള്ളൊരു ഷേപ്പാവും ആ മുകളിലത്തെ. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വൺസ് ഇറ്റ്സ് ഇൻസൈഡ് ഇറ്റ് വിൽ ഓപ്പൺ ബൈ ഓൺ ഇറ്റ്സ് ഓൺ. അതവിടെ ഇരുന്നോളും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ അത് ശരിക്കല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് പുട്ട് ഇറ്റ് അഗൈൻ, ടേക്ക് ഇറ്റ് ഓഫ് പുട്ട് ഇറ്റ് അഗൈൻ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ മൊത്തം ഭയങ്കര സോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിരൽ കൊണ്ട് ആ അറ്റത്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വിഗിൾ ചെയ്ത് കൊടുത്താൽ മതി. അത് ശരിക്കും ഇരുന്നോളും. പേടിയാണെങ്കിൽ അഗൈൻ പാഡ്സ് വെച്ചോളൂ. പക്ഷേ അഗൈൻ പാഡ്സ് വേസ്റ്റ് ആവേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഫസ്റ്റ് ടൈമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻസ്. ഈ കപ്സിൻ്റെ സൈഡ്സിൽ തേച്ചിട്ട് വെക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ വേഗം കയറിപ്പോയിക്കോളും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് അത് വെറ്റ് ചെയ്താൽ ഒരു ചെറിയൊരു ആ ഫ്രിക്ഷൻ കളയാനുള്ളൊരു ഇത് കിട്ടും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കി ചെറിയൊരു പേടി തരുന്ന ഒരു കാര്യമാണ് ഇത്. മുകളിലേക്ക് കയറിപ്പോവോ, ഊരാൻ ബുദ്ധിമുട്ടാവോ എന്നുള്ളത്. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും പേടിയുണ്ടാവും. പക്ഷെ പേടിക്കേണ്ട, അത് അങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോവൊന്നുമില്ല. ഇത് ഊരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബെയർ ഡൗൺ. നമ്മൾ നന്നായിട്ടൊന്ന് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് ഇങ്ങനെ വരും.
അപ്പോൾ അതിൻ്റെ വാല് പോലത്തെ ഇത് നമുക്ക് പിടിച്ച് ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങ് വന്നോളൂ. അത്രേ ഉള്ളൂ. സോ നെയിൽസ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ജസ്റ്റ് ബി കെയർഫുൾ വെൻ യു ഡു ഇറ്റ്. അത് ആദ്യത്തെ ഫ്യൂ ടൈംസേ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ ആ നാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ, ഇറ്റ് വിൽ ലിറ്ററലി ചേഞ്ച് യുവർ ലൈഫ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺവീനിയൻസ് ആണ്. യു ജസ്റ്റ് ഹാവ് ടു അത് ക്യാരി ചെയ്യണം. നമ്മൾ ഡേറ്റ് ആവുന്ന നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇത് ക്യാരി ചെയ്താൽ മതി. ഏത് പബ്ലിക് ടോയ്ലറ്റിൽ പോയാലും നമുക്കത് വെക്കാവുന്നതാണ്. ജസ്റ്റ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച്, അതായത് കൂടുതൽ ഓവർഫ്ലോ ഉള്ളവർക്ക് ഉള്ള പേടിയാണ്. അതായത് പാഡ് മാറ്റുന്ന പോലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. ലൈക്ക് എടുത്തിട്ട് അത് എംപ്റ്റി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് തിരിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് റിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൈപ്സ് ഉണ്ടല്ലോ, ഒബ്വിയസ്ലി നമ്മുടെ സാനിറ്റൈസിങ് വൈപ്സ് ജസ്റ്റ് കയ്യിൽ കരുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അത് വൈപ്പ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഇറക്കുന്ന വൈപ്സും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവറി ഡേ ഇത് പ്രോപ്പർലി ക്ലീൻ ചെയ്തിരിക്കണം. ദിവസത്തിൻ്റെ ഇടയിൽ മാറ്റുമ്പോൾ നമ്മൾ ജസ്റ്റ് റിൻസ് ചെയ്താൽ മതി. ബട്ട് പിറ്റേ ദിവസം നമ്മൾ വെക്കുമ്പോഴത്തേക്കും അത് പ്രോപ്പർലി അത് വാഷ് ചെയ്യണം. നിങ്ങൾക്ക് ഹാൻഡ് സോപ്പ് ഉപയോഗിച്ചോ കഴുകാം, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് മെൻസ്ട്രൽ പ്രോഡക്റ്റ് വാഷ് ചെയ്യാനുള്ള സോപ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറൊരു കാര്യം, വൺസ് എ മന്ത് ഇത് നിർബന്ധമായിട്ടും സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അഗൈൻ ഈ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിനൊന്നും വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചാൽ മതി. കുറച്ച് നേരം 10 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ക്ലീനായി. ജസ്റ്റ് ഒന്നുകൂടെയും വാഷ് ചെയ്ത് അതിൻ്റെ ഒന്ന് എയർ ഡ്രൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ ബോക്സിൽ എടുത്ത് വെക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ നിർബന്ധമായിട്ടും ഒന്നും വിചാരിക്കേണ്ട, ഒന്നും വിഷമിക്കേണ്ട. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഇനി ഇതുപോലൊരു ഹെൽപ്ഫുൾ പ്രോഡക്റ്റായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.